ബ്ലൂംബെർഗ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ ഒരുപാട് പത്രങ്ങളിൽ ഒരു ആർട്ടിക്കിൾ പുറത്തിറങ്ങി. അതുമാത്രമല്ല, നാറ്റോ നാടുകളിലുള്ള വളരെ പ്രധാനപ്പെട്ട ലഫ്റ്റനന്റ് കേണൽസ് ഒരു കാര്യം പറഞ്ഞു. നാറ്റോ ഒരു 3 ലക്ഷം സോൾജേഴ്സിനെ ഒരു യുദ്ധ സാഹചര്യം വരുമ്പോൾ എങ്ങനെ ഡെപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നതിനു വേണ്ടി ഒരു ലാൻഡ് കോറിഡോർ റഷ്യ വരെയും നിർമ്മിക്കാൻ പോവുകയാണ്. ഈ ലാൻഡ് കോറിഡോർ എന്നത് UK-യിൽ നിന്ന് ഈ ഭാഗത്ത് ബെലാറസ്, റഷ്യ, ഉക്രൈൻ, മറ്റൊരു ഭാഗത്ത് ലാത്വ, ലിത്വേനിയ, ഈ നാടുകളുടെ എല്ലാം ബോർഡറുമായി ചേർന്ന് പ്രധാനമായും ഈ ഉക്രൈൻ നാറ്റോയ്ക്കുള്ളിൽ ചേരുകയാണെങ്കിൽ ആ ഉക്രൈനുള്ളിലും ഈ ലാൻഡ് കോറിഡോർ വരും. നാറ്റോ വിചാരിക്കുകയാണെങ്കിൽ റഷ്യയെ 1-2 മണിക്കൂറിൽ തന്നെ ഈ ഒരു ട്രൂപ്പ് ഡെപ്ലോയ്മെന്റ് വഴി 3 ലക്ഷം സോൾജേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആ നാടിന്റെ അതിർത്തിയിൽ നിർത്താൻ സാധിക്കുമെന്ന് ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നു. എന്തുകൊണ്ട് ഇതിനെ ഇത്ര വലിയ കാര്യമായി കാണുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ ജർമ്മനിയിൽ നിന്നും ഈ യുദ്ധം സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്റ് ലീക്കായി. അതിലുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓരോന്നായി സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും തുടങ്ങുന്ന ഈ ഒരു യുദ്ധം അടുത്ത ജർമ്മനി വേഴ്സസ് റഷ്യ എന്ന രീതിയിൽ വരും. ജർമ്മൻ വെപ്പൺസ് റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ഉക്രൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത പ്രശ്നം ജർമ്മനിക്കും റഷ്യയ്ക്കും തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെസ്റ്റേൺ കൺട്രീസിന്റെ വെപ്പൺസ് നേരത്തെ തന്നെ ഉക്രൈൻ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം അതിൽ പറഞ്ഞത്, ജർമ്മനിയുടെ സോൾജേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു 3 ലക്ഷം മുതൽ 5 ലക്ഷം സോൾജേഴ്സിന് വരെയും ആ ബോർഡറിൽ നിർത്തിവെക്കുമെന്ന്, അതായത് റഷ്യയുടെ ബോർഡറിൽ നിർത്തുമെന്ന് ആ ലീക്കായ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ഒരു 3 ലക്ഷം സോൾജേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത് സാധാരണ കാര്യമേ അല്ല. ഒരു നാടിന്റെ ആർമിയിൽ തന്നെ 1-2 ലക്ഷം സോൾജേഴ്സ് മാത്രമേ കാണുകയുള്ളൂ. നാറ്റോ എന്ന സംഘടന അനുസരിച്ച് അതൊരു ബ്രഹ്മാണ്ഡ സംഘടനയാണ്. സോവിയറ്റ് റഷ്യ എങ്ങനെയാണോ അതുപോലെ ഒന്നാണ് ഈ നാറ്റോ എന്ന സംഘടനയും. ഏകദേശം 30-ൽ കൂടുതൽ നാടുകൾ ഒന്നു ചേർന്ന് റഷ്യ എന്ന ഒറ്റ നാടിനെ എതിർക്കണം. അവരുടെ ഇൻഫ്ലുവൻസ് യൂറോപ്യൻ കോണ്ടിനെന്റിൽ കൂടാൻ പാടില്ല എന്ന ഒറ്റ കാരണത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ഒരു സംഘടന ഇന്ന് അതിനപ്പുറം കടന്ന് റഷ്യയെ എതിർക്കുക എന്നതിനപ്പുറം റഷ്യയെ നശിപ്പിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വന്നു. ഈ ഒരു മാപ്പ് നോക്കുക. ഇതാണ് ആർട്ടിക്കിളിൽ റിലീസായ ലാൻഡ് കോറിഡോറിൻ്റെ മാപ്പ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോർട്ട്സ് ആക്സസ് ചെയ്യേണ്ട ഫെസിലിറ്റി, ആ പോർട്ട്സ് വഴി എങ്ങനെ ട്രൂപ്സിനെ കൊണ്ടുപോകാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ കാണാം. ഈ ഒരു പദ്ധതിക്ക് നാറ്റോയ്ക്ക് മൊത്തം 6 നാടുകളുടെ സഹായമുണ്ട്. നാറ്റോയിലുള്ള എല്ലാ നാടുകളും ഈ ഒരു പദ്ധതിക്ക് നാറ്റോയെ സഹായിക്കുന്നുണ്ട്. ഈ നാടുകളുടെ പങ്കാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ആദ്യത്തെ സ്ഥലത്തുള്ളത് നോർവേ ആണ്. അടുത്തത് നെതർലാൻഡ്, ഇറ്റലി, ഗ്രീസ്, തുർക്കി, പോളണ്ട്. ഈ നാടുകളിൽ തുർക്കി ഉൾപ്പെടെയുള്ള നാടുകൾ അവരുടെ പോർട്ട് ഫെസിലിറ്റി എത്രയും പെട്ടെന്ന് നാറ്റോയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നേരത്തെ തന്നെ നാറ്റോയ്ക്ക് അവിടെ എല്ലാ ആക്സസും ഉണ്ട്. പോർട്ട് യൂസ് ചെയ്യുന്നതിനും വാർഷിപ്പ് അവിടെ കൊണ്ടുവരുന്നതിനും എല്ലാ ആക്സസും നാറ്റോയ്ക്ക് അവിടെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പദ്ധതി അനുസരിച്ച് നോക്കിയാൽ നാറ്റോയ്ക്ക് മാത്രം ആ ഒരു പോർട്ടിൽ പ്രത്യേകം ടെർമിനൽസ് നിർമ്മിക്കുകയാണ്. കാരണം വളരെ തിരക്കേറിയ സമയത്ത് നാറ്റോയെ കൊണ്ട് ആ ഒരു പോർട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഒരു സ്ഥലത്തെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ടാകും. ഇപ്പോൾ എല്ലാ നാടുകളും ചെയ്യാൻ പോകുന്നത്, നേരത്തെ അവർക്കുള്ള പോർട്ടിൽ ഇവർക്കായിട്ട് പ്രത്യേകം ടെർമിനൽസ് നിർമ്മിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് മിലിറ്ററി ബേസസ് അല്ല, മിലിറ്ററി സംബന്ധിക്കുന്ന നേവൽ ബേസസ് അല്ല, അത് പ്രത്യേകമുണ്ട്. അത് തികയില്ല എന്ന് പറഞ്ഞ് കൊമേഴ്ഷ്യൽ പോർട്ടിനെ പോലും നാറ്റോ സ്റ്റാൻഡേർഡിന് വേണ്ടി വീണ്ടും കൂട്ടാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു പോർട്ട് വഴി അകത്തേക്ക് വരുന്ന നാറ്റോ സൈനികർ അടുത്ത് ചെയ്യാൻ പോകുന്നത്, അവർക്കായി ഒരു പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ലാൻഡ് റൂട്ട് നിർമ്മിക്കുന്നു. അത് 2 രീതിയിലുണ്ടാകും. ഒന്ന് ലാൻഡ് ബേസ്ഡ് ട്രക്ക് വഴിയായിരിക്കും, ട്രക്ക് വഴി പോകുന്ന മൂവ്മെൻറ്റ്സ്. രണ്ടാമത് റെയിൽവേ നെറ്റ്വർക്ക് വഴി ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതെന്താ അങ്ങനെ? സാധാരണ ഇങ്ങനെ സോൾജേഴ്സിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ എയർ ലിഫ്റ്റ് വഴിയല്ലേ അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട്. ആദ്യം അഫ്ഗാനിസ്ഥാൻ, അതിനുശേഷം ഖസിക്കിസ്ഥാൻ, ആ ഭാഗത്തുള്ള അമേരിക്കയുടെ ബേസസിൽ നിന്നാണ് പ്രധാനമായ ലോജിസ്റ്റിക്സ് ഈ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പുഷ് ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിച്ചത്. എന്നാൽ അത് നടക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. അഫ്ഗാനിസ്ഥാനെ വിട്ട് അമേരിക്ക പുറത്തേക്ക് വന്നു. ഇപ്പോൾ ആ ഒരു പദ്ധതി നടക്കാതായപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായി ഇവിടെയുള്ള ഈ ലോജിസ്റ്റിക്സ് അമേരിക്ക ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്നു. ഇതുകൂടാതെ ഇവയെല്ലാം റഷ്യയുടെ ഒരു അറ്റാക്കിനുള്ളിൽ വരും. ഒരു വിമാനത്തിൽ 200-300 സോൾജേഴ്സുമായി പോവുകയാണെങ്കിൽ ഒരേ ഒരു മിസൈൽ മാത്രം മതി ആ വിമാനത്തെ നശിപ്പിക്കാൻ. മുഴുവൻ സൈനികരും കൊല്ലപ്പെടും. എന്നാൽ ഈ ഒരു ട്രക്കിൽ ലാൻഡ് വഴി ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നഷ്ടം സോൾജേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. അവരുടെ കോൺവോയ് എവിടെയാണ് വരുന്നത്? ചാരന്മാരുടെ ആവശ്യം ഒരുപാടുണ്ടാകും. അതിന് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതായിരുന്നു ലാൻഡ് ബേസ്ഡ് കോറിഡോർസ് ഇവർ ചൂസ് ചെയ്യാനുള്ള ആദ്യത്തെ കാരണം.
കൂടാതെ നേരത്തെ ഈ നാടുകളിൽ റോഡ് നെറ്റ്വർക്ക്, നേറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചർ എന്നത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ ഉള്ളപ്പോൾ നമ്മൾ വളരെ സീക്രട്ടായി, അതേസമയം വളരെ അലേർട്ടായി ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയും എന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ലാൻഡ് റൂട്ട് ചൂസ് ചെയ്തത്. ഇങ്ങനെ പോർട്ടിൽ നിന്നും തിരിച്ച് ലാൻഡ് കോറിഡോർ വഴി റഷ്യയുടെ ബോർഡർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന നാറ്റോ സൈനികർ അവിടെയുള്ള 6 ഹോട്ട് പോയിന്റ്സിൽ സൈനികരെ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറയുന്നു. ഇതാണ് ആർട്ടിക്കിളിലൂടെ പുറത്തു വന്നത്. ഈ 6 ഹോട്ട് പോയിന്റ്സ് അതെന്താണ്? ഒരു നാട്ടിൽ എങ്ങനെയാണ് 6 ഹോട്ട് പോയിന്റ്സ്? ഇങ്ങനെ ചോദിച്ചാൽ 6 ഹോട്ട് പോയിന്റ്സ് എന്നത് 6 നാടുകളെയാണ്. സ്വീഡൻ, ഫിൻലാൻഡ്, കൂടാതെ ബാൾട്ടിക് നാടുകളായ ലാത്വ, ലിത്വാനിയ, പോളണ്ടിനടുത്തുള്ള നാറ്റോ നാടുകൾ. ഇങ്ങനെ റഷ്യയുടെ ബോർഡറിന് ചുറ്റി ബെലാറസിനെയും ചേർത്ത് ഇങ്ങനെ ചുറ്റി വളയ്ക്കുന്ന രീതിയിൽ ഒരു എസ് ഷേപ്പ് പാറ്റേണിലേക്ക് അവരുടെ ഫോഴ്സ് തയ്യാറായിട്ടുണ്ട്. ഇത്രയും സൈനികരെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തീർച്ചയായും റഷ്യക്ക് അതൊരു പ്രഷറായി മാറും. ഇപ്പോൾ അമേരിക്ക പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു സ്ഥലത്താണ് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിം പ്ലാൻ വരുന്നത്. റഷ്യയ്ക്കും നാറ്റോയ്ക്കും ഇടയിലുള്ള ഒരു സംഘർഷം അധികമാവുകയാണ്. റഷ്യയെ സൈക്കോളജിക്കലായി നശിപ്പിക്കണം, റഷ്യയുടെ ആധിപത്യത്തെ ഉക്രൈനിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നാറ്റോ ചെയ്താൽ മാത്രമേ റഷ്യയെ നമുക്ക് തളർത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാരണം. അതുകൂടാതെ നമുക്കിപ്പോൾ ഒന്നും കൺഫേം ചെയ്ത് പറയാനും സാധിക്കില്ല. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം വരും എന്നുള്ളത് 2014 മുൻപ് ആരും ചിന്തിച്ചിട്ടേ ഇല്ല. റഷ്യയ്ക്ക് ആവശ്യം ആ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക്, ചരിത്രം പഠിച്ചവർക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം. റഷ്യ തീർച്ചയായും ഇതോടുകൂടി അവസാനിപ്പിക്കില്ല. ഉക്രൈൻ യുദ്ധത്തോടുകൂടി റഷ്യ അവസാനിപ്പിക്കില്ല. സോവിയറ്റ് റഷ്യയുടെ പഴയ നാടുകളായിരുന്ന ബാൾട്ടിക് നാടുകളായാലും അല്ലെങ്കിൽ ഉക്രൈൻ, ബെലാറസ്, ജോർജിയ ഇങ്ങനെയുള്ള എല്ലാ നാടുകളും മോസ്കോയ്ക്ക് ഒരു കവചമായിരുന്ന നാടുകളാണ്. ഈ നാടുകളെ കഴിഞ്ഞ് മാത്രമേ ആർക്കായാലും റഷ്യയെ തൊടാൻ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥ അന്നുണ്ടായിരുന്നു. സോവിയറ്റ് റഷ്യ നശിച്ചതിന് ശേഷം ഈ എല്ലാ നാടുകളും വെവ്വേറെ പോയി. ഇത് കഴിഞ്ഞ് റഷ്യയ്ക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി വളരെ കൂടുതലായി. ഈ ഇൻസെക്യൂരിറ്റിക്കുള്ള കാരണം ഈ എല്ലാ നാടുകളിലും അവരുടെ ശത്രു സംഘടനയായ നാറ്റോയുടെ സോൾജിയേഴ്സ് നിൽക്കുമ്പോൾ ഏതൊരു നാടിനും അത് നല്ല കാര്യമല്ല. ഇപ്പോൾ ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പോകുന്നു എന്നറിഞ്ഞതും റഷ്യ വലിയൊരു യുദ്ധം നടത്തിയതിന് കാരണവും ഇത് തന്നെയാണ്. കാരണം മറ്റ് നാടുകൾ, സ്വീഡൻ, ഫിൻലാൻഡ്, ബാൾട്ടിക് നാടുകൾ, ഇവരെല്ലാം റഷ്യയുടെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം മലകൾ നിറഞ്ഞ ഭാഗമാണ്. മൗണ്ടൻ വാർഫെയറിനെ സംബന്ധിച്ച് അത്രത്തോളം പെട്ടെന്ന് ആരെ കൊണ്ടും ഒരു ഒഫൻസ് ചെയ്യാൻ സാധിക്കില്ല. ഏതൊരു നാടാണോ ഡിഫൻസീവ് ലൈൻ എടുക്കുന്നത് അവർക്ക് മാത്രമേ കൂടുതൽ വിജയം എന്നത് ഈ മൗണ്ടൻ വാർഫെയറിൽ കിട്ടുകയുള്ളൂ. പക്ഷേ ഉക്രൈൻ്റെ ഭൂമി എന്നത് അങ്ങനെയല്ല. ഏകദേശം 70% കൂടുതലും റഷ്യയുടെ ബോർഡറിൽ മലകളൊന്നുമില്ലാത്ത ഫ്ലാറ്റായ സർഫസാണ്. ഉക്രൈനിൽ ആക്സസ് കിട്ടിയാൽ നാറ്റോയുടെ സൈന്യത്തിന് അല്ലെങ്കിൽ നാറ്റോയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ റഷ്യയ്ക്കുള്ളിലേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നാറ്റോയിൽ ഉക്രൈൻ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞതും നിങ്ങൾ നാറ്റോയിൽ ചേരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ വാണിംഗ് റഷ്യ കൊടുത്തു. ഇപ്പോഴും പലരും പറയുന്നത് അത് അവർക്കായിട്ടുള്ള തീരുമാനമാണ്, അവർ ഏത് നാട്ടിൽ ചേരണം എന്നുള്ളത് ആ നാടിൻ്റെ ആഗ്രഹമാണ്, താല്പര്യമാണെന്നൊക്കെ പറയും. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്തായിട്ട് മറ്റൊരു വീട്, ഒരു 30-40 പേർ ചേർന്നിരുന്ന് നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പദ്ധതി ഇടുന്നു, നിങ്ങളെ മുഴുവനായും നശിപ്പിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വെറുതെ ഇരിക്കുമോ? അതുതന്നെയാണ് ഇപ്പോൾ റഷ്യയും ചെയ്യുന്നത്. ഈ റഷ്യയുടെ യുദ്ധത്തെ ശരിയെന്നല്ല പറയുന്നത്. ഉക്രൈൻ നാറ്റോയിൽ ചേരില്ല എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകാൻ റഷ്യയും തയ്യാറാകുമായിരുന്നു. ഇങ്ങനെ ഉക്രൈനെ ചുറ്റി ഇത്രയേറെ ട്രൂപ്പ് മൂവ്മെൻറ്റ്സ് നാറ്റോ ചെയ്തിരിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം തന്നെ റഷ്യയുടെ അടുത്ത ഘട്ട നടപടികളാണ്. കാരണം അമേരിക്കയ്ക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം, റഷ്യയുടെ യഥാർത്ഥ യുദ്ധം എന്നത് ഉക്രൈനിൽ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അവരിപ്പോഴും ഒരുപാട് സോൾജിയേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ അവരുടെ സൈന്യത്തിൽ അവർ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് സൈനികരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആരെയും ഫ്രണ്ട് ലൈനിൽ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ സൈന്യത്തെ അവർ കൂട്ടുന്നുണ്ട്, എന്നാൽ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ എന്തോ വലിയൊരു കാര്യത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് മുൻപ് നമ്മൾ കടക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു ട്രൂപ്പ് ഡിപ്ലോയ്മെൻറ്റിൻ്റെ പ്ലാൻ തന്നെ നാറ്റോ പദ്ധതിയിടാൻ തുടങ്ങിയത്. ഇത് സത്യത്തിൽ റഷ്യയ്ക്ക് ഒരു സെക്യൂരിറ്റി ത്രെഡായി മാറുകയാണ്. എന്നാൽ എന്നാണോ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധം തുടങ്ങുന്നത്, 3 ലക്ഷം സൈനികരെ കൊണ്ടുവന്ന് റഷ്യയുടെ ബോർഡറിൽ നിർത്തിയിട്ട് ഗൺ പോയിന്റിൽ റഷ്യയെ നിർത്തുമ്പോൾ അന്ന് 2ാം ലോക മഹായുദ്ധം എന്നതിനപ്പുറം ആദ്യമായി അണുവായുധം ഈ നാറ്റോ നാടുകളിൽ ഏതെങ്കിലും ഒരു നാടിൽ പൊട്ടിത്തെറിക്കും. അത് ആരെക്കൊണ്ടും മാറ്റാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 3 ലക്ഷം സോൾജേഴ്സിനെ റഷ്യൻ ബോർഡറിൽ നാറ്റോ നിർത്തുന്നത് നാറ്റോയുടെ സെക്യൂരിറ്റി ആണോ അതോ റഷ്യയുടെ ത്രെഡാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.